ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, കർത്താവായ യേശു തമ്പുരാൻ നമുക്ക് വേണ്ടി കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിച്ച് അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ചിന്തി വേദനയോടെ നമുക്ക് വേണ്ടി തന്ന നിത്യജീവൻ്റെ അപ്പമാകുന്ന ശരീരവും രക്തവും അതേ ത്യാഗത്തോടും സ്നേഹത്തോടും കൂടെ സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് കഷ്ടത അനുഭവിക്കാം. യേശു പറഞ്ഞില്ലേ, നിത്യജീവൻ്റെ അപ്പത്തിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കുവിൻ. അനശ്വരമായ അപ്പത്തിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കരുത്. മന്ന ഭക്ഷിച്ചവർ പോലും മരിച്ചുപോയി. പക്ഷേ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നും ജീവിക്കും. ഞാൻ അവനിൽ വസിക്കും എന്ന് കർത്താവ് നമ്മളോട് അരുളി ചെയ്തു. അതുകൊണ്ട് നമുക്കും കർത്താവിൻ്റെ തിരുശരീരമാക്കുന്ന നിത്യജീവൻ്റെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.